Hi friends, welcome to Diya's World. Satin ribbon വെച്ച് ചെയ്തൊരു ഹെയർ ക്ലിപ്പാണിത്. ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 1/2 ഇഞ്ച് വീതിയുള്ള സാറ്റിൻ റിബണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫ്ലവറിൻ്റെ ഓരോ പെറ്റലും ഉണ്ടാക്കാനായിട്ട് 1.5 ഇഞ്ച് നീളത്തിലുള്ള പീസാണ് വേണ്ടത്. ഇനി പെറ്റൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാറ്റിൻ റിബണിൻ്റെ പീസ് എടുക്കുക. അതിൻ്റെ ചീത്ത വശം മുകളിൽ വരത്തക്ക രീതിയിൽ പിടിച്ചതിന് ശേഷം അതിനെ നീളത്തിൽ 2ആയി മടക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ റിബണിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് 2 അറ്റവും ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കുക. 2 അറ്റവും മടക്കിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ 2ആയി മടക്കി കൊടുക്കണം. മടക്കി കഴിയുമ്പോൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഷേപ്പ് കിട്ടും. ഇനി ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ആ ഒരു പീസ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. 2 സൈഡും കട്ട് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് ചരിച്ചാണ് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ അതിലെ പെറ്റൽസ് എല്ലാം കറക്റ്റായിട്ട് വരുള്ളൂ. 2 സൈഡും കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കട്ട് ചെയ്ത ആ ഒരു 2 ഭാഗവും നമുക്ക് ചെറുതായിട്ടൊന്ന് ബേൺ ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത ഭാഗം വിട്ടു വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു പെറ്റൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതുപോലെയാണ് പെറ്റലിൻ്റെ ഷേപ്പ് വരുന്നത്. ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാ പെറ്റൽസും ഉണ്ടാക്കിയെടുക്കുക. ഈ പെറ്റൽസ് വെച്ച് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പെറ്റൽ എടുക്കുക. അതിൻ്റെ ആ ബേൺ ചെയ്ത സൈഡ് ഉണ്ടല്ലോ, ആ ഒരു സൈഡിലെ കോർണറിൽ കൂടി സൂചി കോർത്തെടുക്കുക. അതുപോലെ തന്നെ എല്ലാ പെറ്റൽസും കോർത്തെടുക്കുക. ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് 16 പെറ്റൽസാണ് നമുക്ക് ആവശ്യം. 16 പെറ്റൽസും കോർത്തതിന് ശേഷം അതിൻ്റെ പെറ്റൽസ് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എല്ലാ പെറ്റൽസും കൂടെ ഒന്ന് ഒരുമിച്ച് പിടിക്കുക. നല്ലപോലെ അമർത്തി പിടിച്ചതിന് ശേഷം നൂല് നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മറ്റേ സൈഡിലുള്ള നൂല് കുറച്ച് വലിച്ച് പുറത്തേക്ക് എടുത്തതിന് ശേഷം 2 നൂലും കൂടെ കെട്ടിക്കൊടുക്കുക. നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് 1 2 കെട്ടിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ആ നൂല് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി അതിൻ്റെ പെറ്റൽസ് എല്ലാം ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിലും കൂടെ ഒന്ന് തുന്നി കൊടുക്കാനുണ്ട്. ബാക്ക് സൈഡിൽ ആ ഒരു കോർണർ വരുന്ന ഭാഗത്തൂടെ വേണം നമ്മൾ തുന്നി കൊടുക്കാൻ. അങ്ങനെ എല്ലാ പെറ്റൽസിൻ്റെയും ആ ഒരു കോർണർ വഴി തുന്നി കൊടുക്കുക. അങ്ങനെ എല്ലാ പെറ്റൽസും തുന്നിക്കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം തുന്നിയ ആ പെറ്റലിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടെ തുന്നിയെടുക്കുക. അത് കഴിഞ്ഞ് നല്ലപോലെ നൂല് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് അവിടെ 1 2 കെട്ടിട്ട് കൊടുക്കുക. ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ നടുക്കായിട്ടൊരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഗ്ലൂ ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നടുക്ക് നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഒരു സ്റ്റിഫ് ക്ലോത്ത് ഒട്ടിച്ചു കൊടുക്കണം. സ്റ്റിഫ് ക്ലോത്തോ അല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റോ യൂസ് ചെയ്യാം. അതിൽ നിന്നും ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഫ്ലവർ ക്ലിപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതിനായിട്ട് ക്ലിപ്പിൽ നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്